ആർത്തിരമ്പി വന്ന ഉരുൾപൊട്ടൽ ദുരന്തത്തെ മുഖാമുഖം കണ്ടവരാണ് വയനാട് പടവെട്ടിക്കുന്ന് നിവാസികൾ. പടവെട്ടിക്കുന്ന് വാസയോഗ്യമല്ല എന്നും ഇവിടെയുള്ള കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുമെന്നും സർക്കാർ വാഗ്ദാനം നൽകിയിരുന്നുവെങ്കിലും മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസ പട്ടികയിൽ ഇവരെ ഉൾപ്പെടുത്തിയിട്ടില്ല. ഇനിയും ജീവൻ പണയം വെച്ച് ഇവിടെ ജീവിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് പടവെട്ടിക്കുന്ന് നിവാസികൾ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ്. 27 കുടുംബങ്ങളാണ് പ്രദേശത്ത് നിന്ന് മാറ്റണം എന്നാവശ്യപ്പെട്ട് സമരത്തിലേക്ക് നീങ്ങുന്നത്. ദുരന്തം നേരിട്ട് കണ്ടവരാണ് ചൂരൽമല സ്കൂൾ റോഡിലെ പടവെട്ടിക്കുന്നുകാർ. അതിനാൽ തന്നെ ആശങ്കയുണ്ട് ഇവർക്ക്. ഗുണഭോക്തൃ പട്ടികയിൽ ഉൾപ്പെടാതെ പോയതിന്റെ നിരാശയും പ്രതിഷേധവും ഇന്നാട്ടുകാർക്കുണ്ട്. വെള്ളാർമല സ്കൂൾ റോഡ് കടന്നു പോകുന്ന ഇടമാണ് പടവെട്ടിക്കുന്ന്. ഉരുൾപൊട്ടി പുഴയൊഴുകിയത് ഈ പ്രദേശത്തിന് താഴെ കൂടിയാണ്. സ്കൂൾ റോഡ് പൂർണ്ണമായും തകർന്നതോടെ ഇവിടേക്കുള്ള വഴിയും അടഞ്ഞു. ഇവരുടെ വീടുകൾക്ക് നാശം സംഭവിച്ചിട്ടില്ല എന്നത് മാത്രമാണ് ആശ്വാസം. എങ്കിലും ഈ പ്രദേശം ദുരന്ത സാധ്യതാ മേഖലയെന്നാണ് പറയുന്നത്. ദുരന്തത്തിനിപ്പുറം ഇന്നാട്ടുകാരെയും മാറ്റിപ്പാർപ്പിച്ചിരിക്കുകയാണ്. പടവെട്ടിക്കുന്നിലേക്ക് തിരിച്ചു പോകാൻ ആകില്ലെന്നാണ് പ്രദേശവാസികളുടെ നിലപാട്. അതിനാൽ തന്നെ 27 കുടുംബങ്ങളെയും പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ആവശ്യം. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് അവർക്ക് പുനരധിവാസത്തിന് വീടിന് ഉറപ്പ് കിട്ടിയാൽ അവരൊന്നും ഇറങ്ങാൻ തയ്യാറാണ്. അല്ലാത്ത പക്ഷം അവർ മഴക്കാലം വരെ അവിടെ തന്നെ താമസിക്കും. മഴക്കാലത്ത് അവർ വേറെ വാടക വീടോ റിലേഷൻ്റെ വീട്ടിലൊക്കെ മാറി താമസിക്കുന്നതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചോളം ഞങ്ങൾക്ക് ചെറിയ മക്കളും 1 വയസ്സ് 2 വയസ്സ് 3 വയസ്സുള്ള മക്കൾ, പ്രായം ചെന്ന 90 വയസ്സിന് മേലുള്ള രക്ഷകർത്താക്കൾ, ഇവരൊക്കെ വെച്ചിട്ട് ആ ദുർഘടമായ റോഡിലൂടെയുള്ള യാത്രയും മക്കളെ വിദ്യാഭ്യാസവും രക്ഷാർത്ഥയുടെ ചികിത്സയൊന്നും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അവിടുത്തെ 2 തവണ അവിടുത്തെ പാറ നഷ്ടപ്പെട്ടതാണ്. അത് നമ്മളെ വീടിൻ്റെ മേൽഭാഗത്തായിട്ട് വരുന്നത്. ഈ 3 വർഷം ഞങ്ങൾ അവിടുന്ന് ക്യാമ്പിലേക്ക് താമസം മാറ്റിച്ചിട്ടുണ്ട്. 2018, 19, 22, ഈ 23 ഇങ്ങനെ 3-4 തവണ ഞങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ മാറ്റാനുള്ള കാരണം എന്താ? അവിടെ വന്ന് ശാസ്ത്രജ്ഞന്മാർ പരിശോധിച്ചപ്പോൾ അതൊരു ദുർഘട ഏരിയ ആണ്, അവിടെ ലാൻഡ്സ്ലൈഡ് നടക്കാൻ സാധ്യതയുണ്ട്, അവർ ജീവൻ രക്ഷിക്കണം പറഞ്ഞ് ഞങ്ങളെ മാറ്റുന്നത്. പടവെട്ടിക്കുന്നിലേക്ക് റോഡ് നിർമ്മിക്കുമെന്നാണ് സർക്കാർ നിലപാട്. ഇവിടേക്ക് പുതിയ റോഡ് നിർമ്മിക്കുന്നത് റിസോർട്ടുകൾക്ക് വേണ്ടിയാണെന്ന സംശയമുള്ളതായും നാട്ടുകാർ ആരോപിക്കുന്നു. ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടില്ലെങ്കിൽ ശക്തമായ സമരം നടത്തുമെന്നാണ് പടവെട്ടിക്കുന്നുകാരുടെ മുന്നറിയിപ്പ്. ഇത്രയും കോടിക്കണക്കിന് സംഖ്യ ചെലവാക്കിയിട്ട് ഈ ഒരു 27 കുടുംബത്തോടെ താമസിപ്പിക്കാൻ ഈ സർക്കാരിന് എന്താ ഈ ചേതോവികാരം ആരുടെ ഭാഗത്തുനിന്നാണ്? അതാണ് ഞങ്ങൾക്ക് മനസ്സിലാകാത്തത്. ജീവനുള്ള നമുക്ക് പ്രധാനം, നമ്മുടെ മക്കളെ സംരക്ഷണം നമുക്ക് നിർബന്ധം. അത് ഒഴിവാക്കിയിട്ടാണ് ഇവർ ഈ 1000 സ്ക്വയർ ഫീറ്റുള്ള ഈ 7 സെൻറ്റിൽ സർക്കാർ വെക്കുന്ന പുനരധിവാസത്തിന് ഞങ്ങൾക്ക് ഇടം വേണമെന്ന് പറയുന്നത്. അത് എന്താ സർക്കാർ മനസ്സിലാക്കാത്തത്? അപ്പോൾ ഞങ്ങളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ ഞാൻ നമ്മളെ പത്രസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു, ഞങ്ങളൊക്കെ അന്നന്ന് ഞങ്ങൾ ജോലിക്ക് പോയാൽ അന്നന്ന് ഞങ്ങൾ കുടുംബത്തിന് കഴിയാൻ കഴിയുള്ളൂ. ഇപ്പോൾ ഒരാഴ്ചയായിട്ട് ഞങ്ങൾക്ക് ജോലിക്ക് പോകാൻ കഴിയുന്നില്ല. ഞങ്ങൾ കളക്ടറേറ്റ്, താലൂക്ക് ഇതേപോലുള്ള പ്രയാസങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി നടന്നതാണ്. ഞങ്ങളെ കയ്യിലിപ്പോൾ വണ്ടിക്കൂലിക്ക് വരെ ഒരു സാമ്പത്തികം ഇല്ലാത്തൊരവസ്ഥയിലൊക്കെ ഞങ്ങളെ പോക്ക്. ഗ്രാമപഞ്ചായത്ത് സർക്കാരിന് നൽകിയ പട്ടികയിൽ പടവെട്ടിക്കുന്നും അട്ടമലയും അടക്കമുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടും. എന്നാൽ ഇത് ഒഴിവാക്കിയാണ് 3 പട്ടികയും വന്നിട്ടുള്ളത്. സർക്കാർ നിശ്ചയിച്ച മാനദണ്ഡങ്ങളിൽ ഇളവ് വരുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ദുരന്തബാധിതരുടെ പട്ടികയിൽ തങ്ങളെയും ഉൾപ്പെടുത്തണമെന്നാണ് പടവെട്ടിക്കുന്നുകാരുടെ ആവശ്യം. ഈ പ്രദേശത്തേക്ക് ഇനി പുതിയൊരു റോഡ് നിർമ്മിക്കേണ്ടതില്ല, വേണ്ടത് പുനരധിവാസം മാത്രമെന്നും പ്രദേശത്തുള്ളത്. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. പൊതുജനം കഴുതയല്ല സാർ. ആവശ്യങ്ങൾ ഉന്നയിച്ച് കയറിയിറങ്ങാത്ത സർക്കാർ ഓഫീസുകളില്ല. തങ്ങളെ പുനരധിവസിപ്പിക്കാൻ സർക്കാർ എന്തിനു മടി കാണിക്കുന്നു എന്നാണ് ഇവർ ചോദിക്കുന്നത്. ഇനിയും ഒരു ദുരന്തം താങ്ങാൻ ഇവർക്കാകില്ല. പ്രതീക്ഷകളെല്ലാം വറ്റിയതോടെയാണ് ഇവർ സമരരംഗത്തേക്ക് ഇറങ്ങുന്നത്. നീതി തേടി പടവെട്ടേണ്ട അവസ്ഥയിലേക്ക് പടവെട്ടിക്കുന്നുകാർ മാറുകയാണ്. എന്താണ് അവർക്ക് പറയാനുള്ളത്? ചില പ്രതികരണങ്ങൾ കൂടി കാണാം, അതിലേക്ക്. ഡിമാൻഡ് പറഞ്ഞാൽ നമ്മുടെ റവന്യൂ മന്ത്രിയുടെ പ്രസ്താവനയിലുണ്ട്, ദുരന്തത്തിൽ പൂർണ്ണമായും ഒറ്റപ്പെട്ട പ്രദേശത്ത്, അതായത് വഴിയില്ലാത്ത കാരണത്താൽ ഒറ്റപ്പെട്ട പ്രദേശത്തുള്ള ആളുകളെ പൂർണ്ണമായി ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നതാണ്. ഇപ്പോൾ 3 ലിസ്റ്റ് ഇറങ്ങിയാലും പിന്നെ ഞങ്ങൾ ആ 27 കുടുംബങ്ങളെ ലിസ്റ്റ് വന്നിട്ടില്ല. അപ്പോൾ ഇത് എന്ത് കാരണത്താൽ ഞങ്ങൾക്ക് അറിയുന്നില്ല. അപ്പോൾ അടുത്ത ഇതിലെങ്കിലും പൂർണ്ണമായി 50 മീറ്ററിൽ ഞങ്ങൾ കയറ്റി പിടിച്ച് എന്തായാലും ലിസ്റ്റിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഞങ്ങളുടെ ആവശ്യം. സർക്കാർ ഞങ്ങളെ നേരെ കണ്ണു തുറന്നിട്ടില്ല. ഈ പടവെട്ടിക്കുന്നിനെ മാറ്റിയിട്ട് തന്നെ നിർത്തിയിരിക്കുകയാണ്. ഈ സ്കൂൾ റോഡ് പെട്ടാണ് ഈ സ്ഥലങ്ങളൊക്കെ. അത് ഈ ഉരുൾപൊട്ടൽ കഴിഞ്ഞതിന് ശേഷമാണ് ഇത് എന്താക്കിയത്, പടവെട്ടിക്കുന്നാക്കിയത്. പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ വേറൊരു കാര്യം, നമുക്ക് ഏറ്റവും വലുത് നമ്മളെ കുടുംബമാണ്. ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് പറഞ്ഞാൽ കുടുംബമാണ്. അതിൽ നിന്നൊരാളെ നഷ്ടപ്പെട്ടിട്ട് നമ്മൾ ഇനി പോകാനുള്ള ഒരു പരീക്ഷണത്തിന് നമ്മൾ എന്തായാലും തയ്യാറല്ല. ഇനിയിപ്പോൾ സർക്കാർ പോകാൻ പറഞ്ഞാലും നമ്മൾ മക്കളെ കൂട്ടി പോകാൻ പറഞ്ഞാൽ മക്കൾ വരില്ല. ഇതാണ് അവസ്ഥ. മൊത്തത്തിൽ ഡേഞ്ചറാണ്. ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ തിരിച്ചു പോക്ക് എന്തായാലും ഇല്ല. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും അനുഭവിച്ചിട്ടാണ് അവിടെ നിന്ന് വന്നത്. കാണുന്നവർക്ക് ചിലപ്പോൾ അനുഭവിച്ചിട്ടുണ്ടാവില്ലായിരിക്കും, പക്ഷെ അനുഭവിച്ച് ഞങ്ങൾ അന്ന് ആ രാത്രി അനുഭവിച്ച എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്.
അത്രയും അനുഭവിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ എത്തി. ഇനിയും അങ്ങോട്ട് തന്നെ തിരിച്ചു പോകുക എന്ന് പറഞ്ഞാൽ നടക്കാത്തൊരു കാര്യം തന്നെയാണ്. പറയാനുള്ളതെന്ന് പറഞ്ഞാൽ തന്നെ ഈ കോടികൾ മുടക്കിയിട്ട് ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ റോഡ് തിടുക്കത്തിൽ ചെയ്യുന്നത്? പിന്നെ റോഡ് ഇതിലേ വരിക. ഈ പാവപ്പെട്ട ഒരു 27 കുടുംബത്തിനെ സംരക്ഷിക്കാൻ അത്ര പൈസ വേണ്ട. അപ്പോൾ സർക്കാരിനോട് നമ്മുടെ കൂട്ടുകാരന്മാരും നമ്മളെ കൂടപ്പുറപ്പൊക്കെ പറയുന്ന പോലെ നമ്മളെയും കൂടിയും ഇവർ പരിഗണിക്കുക. കാരണം ഈ പാവങ്ങളെ അടുത്തൊരു മരണത്തിലേക്ക് വിട്ടുകൊടുക്കാതിരിക്കുക. കാരണം ഞങ്ങൾ പോലും ഞങ്ങളെ മക്കൾ വരില്ല. കാരണം ലൈവായിട്ട് മക്കൾ കണ്ട് ആ രാത്രി ഞങ്ങൾ ഓടിയതാണ്. അതുകൊണ്ട് ഞങ്ങൾ പോലും ഞങ്ങളെ മക്കൾ പോലെ നിർബന്ധം. ഇപ്പോഴും പറയുന്നത് എന്താണെന്നറിയോ, മഴ വരുമ്പോൾ പേടിയാണ് അവർക്ക്.